ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതായുള്ള വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. The Gospel according to Saint Mark chapter 4 verses 35 to 41. അവിടെ പറയുന്നുണ്ട്, സന്ധ്യയായപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരുടെ പറയുകയാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. ജീവിതം ഒരു യാത്രയാണ്. ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ ജേർണി വിത്ത് ക്രൈസ്റ്റ്. നാം ഇവിടെ തുടർന്ന് വായിക്കുന്നുണ്ട്, അവൻ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി, കൂടെ ചെറിയ പടകുകളും ഉണ്ടായിരുന്നു എന്നത്. ജീവിതം ഒരു യാത്രയാണ് എന്ന് പറയുമ്പോൾ നാം ഒറ്റയ്ക്കുള്ള യാത്രയല്ല, ഒരു സംഘമായിട്ടുള്ള യാത്രയാണ്. എവിടെയാണ് ഈ സംഘയാത്രയെ ഇന്ന് കാണാനായിട്ടിടയാവുന്നത്? സമൂഹത്തിൽ നിന്ന് വേറിട്ട് തനിയെ യാത്ര ചെയ്യുന്നതായിട്ട് ധാരാളം ആളുകളെ കാണാനായിട്ടിടയാവും. തനിയെ യാത്ര ചെയ്യുന്ന യാത്രയെക്കുറിച്ചല്ല തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവരാജ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെയോ സംഘയാത്രയാണ്. കൂട്ടായിട്ട് യാത്ര ചെയ്യുന്നതിന് സാധിക്കണം. ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വരുമ്പോൾ നാം തനിയല്ല ആരാധിക്കുന്നത്, ഒരു സംഘമായിട്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ നമുക്ക് തനിയെ ജീവിക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല, ഒരുമിച്ചാണ് ജീവിക്കുവാനായിട്ട് ഇടയാവേണ്ടത്. ഈ വർഷത്തെ ഭദ്രാസനത്തിൻ്റെ മുഖ്യ ചിന്താവിഷയം കുടുംബമാണ് എന്നത് തിരുമേനി പറയുകയുണ്ടായല്ലോ. ഒരു കുടുംബം എന്ന് പറയുന്നത് ഒറ്റയാളുടെ ജീവിതമല്ല, പിന്നെ ഒരു സമൂഹത്തിൻ്റെ, ഒരു ചെറിയ സമൂഹത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ തന്നെ അനുഭവങ്ങൾ നുകർന്നനുഭവിക്കുന്നതായിട്ടുള്ള ഒരു സംഘയാത്രയാണ്. ഈ യാത്ര അനുഗ്രഹീതമായി നിർവഹിപ്പാണ്ട കോണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ സാധ്യമായിട്ട് തീരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ജീവിതയാത്രയിൽ തടസ്സങ്ങൾ നേരിടുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. യേശുവിനെയും കൊണ്ട് ശിഷ്യന്മാർ ഗലീല കടലിലൂടെ യാത്ര ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ അവിടെ വലിയൊരു കോളിളക്കമുണ്ടായി, കാറ്റടിച്ചു. ആ പടക് മുങ്ങുവാനായിട്ട് തുടങ്ങുന്നതായിട്ടുള്ള സാഹചര്യം, അതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. വലിയ ചുഴലിയും തിര തള്ളി കയറുന്നതായുള്ള സാഹചര്യമെല്ലാം ശിഷ്യന്മാരെ പരിഭ്രമമുള്ളവരാക്കി തീർക്കുന്നു. ലൈഫ് ഈസ് നെവർ എ ലീനിയർ ലൈഫ്. എല്ലായ്പ്പോഴും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുള്ളതായിട്ടുള്ളതാണ്. യേശു പടകിലുണ്ടായിരുന്നിട്ടും ആ പടക് ഉലഞ്ഞു എന്നാണല്ലോ നാം വായിക്കുന്നത്. യേശു ഉണ്ടായിട്ടും കാനാവിലെ കല്യാണ വിരുന്നിന് വീഞ്ഞ് തീർന്നുപോയി. യേശു സ്നേഹിതനായിട്ടുണ്ടായിരുന്നിട്ടും ലാസർ മരിച്ചപ്പോൾ 4 ദിവസത്തിന് ശേഷമാണ് യേശുവിന് അവിടെ എത്തുവാനായിട്ടിടയായിട്ടെത്തുന്നത്. ഇയ്യോബ് വളരെ ഭക്തനായിട്ടുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വളരെ ഏറെ അനർത്ഥങ്ങളുണ്ടായി. ജോസഫ് എത്രയോ നല്ല ഒരു മകനായിരുന്നു. എന്നാൽ സഹോദരന്മാരുടെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു എന്നത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവമക്കളായി ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, ജീവിതയാത്ര തുടരുമ്പോൾ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞതായുള്ള വാക്കുകൾ മറന്നു പോകരുത്. എങ്കിലും ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. പ്രയാസങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നതായിട്ടുള്ള ജീവിതയാത്രയിൽ യേശു നമ്മോടുകൂടി ഉള്ളത് ഓർക്കുവാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരാണ്. എന്നാൽ ഈ ശിഷ്യന്മാർ യേശു പടകിലുണ്ടായിരുന്നിട്ട് പോലും യേശുവിൻ്റെ സാന്നിധ്യം വേണ്ടതുപോലെ മനസ്സിലാക്കാതെ പോയി എന്നതാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ വലിയതായിട്ട് തീരുകയാണ്. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നത് യേശുവിനോട് ചോദിക്കുവാൻ്റെ കോണം ഇടയായി തീർന്ന സന്ദർഭമായിട്ടത് മാറുകയാണ്. കാൾ ബാർത്ത് എന്ന് പറയുന്നതായുള്ള ദൈവശാസ്ത്രജ്ഞനോട് ഒരു കൂട്ടം ആൾക്കാരെ ഒരുമിച്ച് വന്നിട്ട് ചോദിച്ചു,
നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, ജീസസ് ലവ്സ് മീ. ഐ നോ ദാറ്റ് ഹീ ഈസ് ഇൻ മൈ ബോട്ട്, ഇൻ മൈ ലൈഫ്. ജീസസ് ലവ്സ് മീ. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ പടകിൽ ഉണ്ട്. അത് കേട്ടിട്ട് ആളുകൾ പ്രതിവചിക്കുവാനായിട്ട് തുടങ്ങിയ അവസരത്തിൽ ആദ്യം പറഞ്ഞത് മാത്രമേ അവരെ പറയുകയുണ്ടായുള്ളൂ, ജീസസ് ലവ്സ് മീ. അദ്ദേഹം പറഞ്ഞു, അല്ല, അവിടെയല്ല നിർത്തേണ്ടത്. ജീസസ് ലവ്സ് മീ, ഐ നോ ദാറ്റ് ഹീ ഈസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ യേശുണ്ട് എന്നതും കൂടെ പറയുവാൻ്റെ കൊണ്ടിടയാകുമ്പോഴാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് കൂടുതൽ അർത്ഥമുണ്ടാവുന്നത് എന്നത് സൂചിപ്പിക്കത്രേ ചെയ്യുന്നത്. പത്മോസ് ദ്വീപിലേക്ക് തള്ളപ്പെട്ടതായുള്ള യോഹന്നാൻ അവിടെ ഏകാന്തതയും ഭയപ്പെടുത്തുന്നതായുള്ള ഭാവിയുമൊക്കെ ഉണ്ടായിട്ടും സ്വർഗത്തിൻ്റേതായുള്ള അനുഭവം, ദർശനമുള്ള മനുഷ്യനായിട്ട് തീരുകയാണ്. ഹി വാസ് വിത്ത് ദ റിസൺ ജീസസ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് കൂടെയായിരുന്നു പത്മോസ് ദ്വീപിലെ അനുഭവം തനിക്കുണ്ടായത് എന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യാക്കോബ് ഭവനത്തിൽ നിന്നൊക്കെ ഓടി പോകുന്നതായിട്ടുള്ള അവസരത്തിൽ ബഥേലിൽ സ്ഥിരത തേടിയുള്ള ഓട്ടം അവിടെ കാണുന്നത് സ്വർഗത്തിൻ്റേതായിട്ടുള്ള വാതിലാണ്. ദൈവം അവനെ കൈവിട്ടില്ല എന്നത് ആ ഭാഗത്തൂടെ നാം പഠിക്കുന്നതിനിടയാവുന്നുണ്ട്. വളരെ നിരാശനായിട്ടാണ് ഏലിയാവ് കരി തോട്ടിൻ്റെ അരികിൽ എത്തുന്നത്. എന്നാൽ ദിവസവും ഇറച്ചിയും ഒക്കെ നൽകുവാൻ തക്കവണ്ണം ഒരു കാക്കയിലൂടെ ദൈവം അവനെ പരിപോഷിപ്പിച്ചു എന്നത് നാം വായിക്കുന്നുണ്ട്. പൗലോസും ശീലാസും ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ അടച്ചതായിട്ടുള്ള അവസരത്തിൽ അവിടെ ഒരു ഗായക സംഘമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ രണ്ട് ആളുകൾ അവിടെ കിടന്ന് കൈകൊട്ടി ദൈവത്തെ സ്തുതിച്ചതായിട്ടുള്ള അവസരത്തിൽ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ തന്നെ ഇളകി എന്നത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. വാഗ്ദത്ത ദേശം ഉറ്റുനോക്കുവാനായി ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് 12 ആളുകളെ അയക്കുകയുണ്ടായി. 10 ആളുകൾ പ്രതികൂല സാഹചര്യത്തെ കാണുന്ന അവസരത്തിൽ 2 ആളുകളാണ് ദൈവം ഞങ്ങളോടുകൂടി ഉള്ളതുകൊണ്ട് ആ ദേശം നമുക്ക് ലഭിക്കും എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് കാലേബും യോശുവയും. ദൈവത്തോട് ചേർന്ന് പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ സാധ്യതകളെ കണ്ടെത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരണം. പ്രതികൂല സാഹചര്യങ്ങളെ മാത്രമല്ല കാണേണ്ടത്, പ്രതികൂല സാഹചര്യത്തിന് മധ്യത്തിൽ ദൈവം നടത്തുന്ന വഴികളെ കാണുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരണം. അതുകൊണ്ട് ദ്രുതഗതിയിലുള്ള തീരുമാനങ്ങളല്ല ജീവിതത്തിൽ എടുക്കേണ്ടത്. പിന്നെയോ ദൈവസ്ഥനിൽ ശാന്തമായിട്ടിരുന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്, ആഗ്രഹിക്കത്തക്കത് എന്നത് അറിയേണ്ടതാണ്. ദൈവത്തോടു കൂടിയുള്ള ജീവിതം, അതാണ് വിശുദ്ധ കുർബാന സംബന്ധിക്കുന്നതായുള്ള അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ അനുഭവിപ്പാനായിട്ടിടയാവുന്നത്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും, വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് പറയുന്നതായുള്ള അവസരത്തിൽ ഇതെൻ്റെ ശരീരമെന്ന് കർത്താവ് പറയുകയാണ്. ഇത് വാങ്ങി ഭക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മെ മാറുകയാണ്. അപ്രകാരമുള്ള ഒരു രൂപാന്തരമാണ് ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നത്. വളരെ അടുത്ത സമയത്ത് നമ്മളുടെ സഭയിലെ റിട്ടയർ ചെയ്തതായിട്ടുള്ള മാത്യു ഡാനിയൽ അച്ഛൻ, ഡോക്ടർ മാത്യു ഡാനിയൽ അച്ഛൻ ഒരു പുസ്തകം എഴുതുകയുണ്ടായിരുന്നു. തലക്കെട്ട് തന്നെ സഹയാത്രികൻ എന്നാണ്. അനുയാത്രികനല്ല, സഹയാത്രികനാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്കിൽ തന്നെയും സഹയാത്രികൻ എന്ന് പറയുന്ന അവസരത്തിൽ കൂടെ നടക്കുന്നതായുള്ള ഒരാൾ എന്നുള്ള അർത്ഥമല്ല. കൂടെ നടക്കുകയും ആളിൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് മനസ്സിലാക്കുകയും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാം നൽകി കൊടുക്കുവാൻ തക്കവണ്ണം കൂടെ ഇരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരുവനായിട്ടാണ് യേശുവിനെ അവിടെ ചിത്രീകരിക്കുന്നത്. എമ്മൗസിലേക്കുള്ള യാത്ര അത് മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയതായിട്ടുള്ള ഒരു പുസ്തകത്തിന് തലക്കെട്ടാണ് സഹയാത്രികൻ എന്നത്. ജീസസ് നമ്മോട് കൂടെ ഉണ്ട് എന്ന് മാത്രമല്ല, നമ്മളുടെ ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും നമ്മെ നാഥനായിട്ട്, കർത്താവായിട്ട്, രക്ഷിതാവായിട്ട് കൂടെ ഇരുന്ന് വഴി നടത്തുന്നതായുള്ള ദൈവം കൂടിയാകുന്നു. ഒരു മനുഷ്യനെ ആത്മഹത്യ ചെയ്യുവാനായിട്ട് പോകുന്ന അവസരത്തിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു,
ഞാൻ ഈ പോകുന്ന വഴിക്ക്, ഞാൻ ആ ബ്രിഡ്ജിൽ ചെന്നിട്ട് വെള്ളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുവാനായിട്ട് പോവുകയാണ്. എന്നാൽ ഞാൻ ഈ പോകുന്ന വഴിക്ക് ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ ഒന്ന് നോക്കി ഒരു മന്ദസ്മിതം നൽകിയാൽ, ഒരു നല്ല സൗഹൃദം പുലർത്തുന്നതിനായിട്ട് പരിശ്രമിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യുകയില്ല. നമുക്കെല്ലാവർക്കും അനുമാനിക്കുവാൻ കഴിയുന്ന പോലെ സംഭവിച്ച അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയാണ്. കാരണം അങ്ങനെയാണ് ലോകം. ആർക്കെന്നാ സംഭവിച്ചാൽ നമുക്കെന്താ എന്നുള്ളതായുള്ളൊരു ചിന്തയാണ്. അങ്ങനെയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ആരും നശിച്ചു പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും വേണ്ടാത്തവരായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. എല്ലാവരെയും ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഓരോരോ താലന്തുകൾ നൽകിയിട്ടാണ്. ആ താലന്തുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രകാശമുള്ളതായിട്ട് തീർന്ന് അനേകർക്ക് നന്മയ്ക്കായിട്ട് ഭവിക്കുവാൻ ഇടയാകണം എന്നത്രേ ഓരോ യാത്രയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതായുള്ള കാര്യം. എന്തിനാണ് നിങ്ങൾ ഭീരുക്കളായി തീർന്നത് എന്നത് കർത്താവ് കടലിനെ ശാന്തമാക്കിയതിന് ശേഷം ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ എന്നത് കർത്താവ് ചോദിക്കുന്നതായുള്ള ചോദ്യമാണ്. No problem is too big when God is there in our boat. No problem is too big when God is there in our boat. ദൈവത്തിൽ ദൈവം ഉണ്ട് എന്ന് പറയുക മാത്രമല്ല, ദൈവത്തിൽ വസിക്കുവാൻ, ദൈവത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരുന്നുണ്ടോ? ഫെയ്ത്ത് ഈസ് അവർ ട്രസ്റ്റ് ഇൻ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയിലാണ് നാം നമ്മളുടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ഫെയ്ത്ത്? ഫെയ്ത്ത് ഈസ് ട്രസ്റ്റിംഗ് ഗാഡ് ഇൻ അഡ്വാൻസ്. നേരത്തെ തന്നെ ദൈവത്തെ വിശ്വസിക്കുവാൻ്റെ കൊണ്ട് നമുക്ക് ഇടയായിട്ട് തീരണം. അത് ജീവിത അനുഭവത്തിലൂടെ പിന്നീട് പുറകോട്ട് നോക്കി ദൈവം വിശ്വസ്തനായിരുന്നു എന്ന് പറയുവാനായിട്ട് ഇടയാവണം. അവിടെയാണ് നമ്മളുടെ വിശ്വാസത്തെ കാണുവാൻ്റെ കോണം ഇടയായിട്ട് തീരേണ്ടത്. വിട്ടുമാറാതെ യേശു നമ്മളുടെ പടകിലുണ്ട്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അടങ്ങാത്തതായിട്ടുള്ള തിരയില്ല, നടക്കാൻ കഴിയാത്തതായുള്ള വഴിയില്ല, ചുമക്കാൻ കഴിയാത്തതായുള്ള ഭാരമില്ല, പരിഹരിക്കുവാൻ കഴിയാത്തതായുള്ള പ്രശ്നങ്ങളില്ല. നമ്മളുടെ ബഹുമാനപ്പെട്ട സാജനത്തിന് എഴുതിയതായിട്ടുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമാണല്ലോ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതെ ഇരുന്നിട്ടില്ല. ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തന്നെ ഉളവാകാം. ജീവിതം ദൈവത്തോട് ചേർന്നുള്ള ഒരു യാത്രയാണ്, അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്രയാണ് എന്ന് നാം പറയുന്നതായിട്ടുള്ള അവസരത്തിൽ സഹയാത്രികനായിട്ട് കർത്താവ് നമ്മോട് കൂടി ഉണ്ട് എന്നത് മനസ്സിലാക്കുവാൻ നമുക്കിടയാവണം. ആ സഹയാത്രികനായിട്ട് കർത്താവ് നമ്മോട് കൂടിയുള്ള അവസരത്തിൽ നമ്മളെ മാത്രമല്ല, നമ്മളുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം അറിയുകയും പ്രയാസങ്ങളെ മനസ്സിലാക്കുകയും പരിഭ്രമങ്ങളെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്ത് ശാന്തമായി ദൈവസന്നിധിയിൽ ജീവിപ്പാൻ്റെ കോണം ഇടയാക്കി തീർക്കുകയും ചെയ്യുന്നു. നമ്മളുടെ തിരുമേനി എന്ന അധ്യക്ഷ പ്രസംഗം ചെയ്തതായുള്ള അവസരത്തിൽ പ്രതീക്ഷയോടുകൂടി ജീവിപ്പാൻ്റെ കോണം, പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ്റെ കോണം വിശ്വാസ ജീവിതത്തിൽ നമുക്ക് സാധ്യമായിട്ട് തീരണം എന്നത് സൂചിപ്പിക്കുകയുണ്ടായി. ജീവിതയാത്ര എല്ലായ്പ്പോഴും പ്രത്യാശയുള്ളതാണ്. ഭാവിയെ അർത്ഥവത്തായിട്ട് കാണുവാൻ്റെ കോണം ഇടയായി തീരുന്നതായുള്ള ഒന്നാണ്. എന്തുകൊണ്ട്? യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, യേശു എൻ്റെ പടകിൽ, എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ആ യേശുവിനോടൊന്നിച്ച് ഈ കൺവെൻഷൻ ദിനങ്ങൾ അർത്ഥവത്തായിട്ട് മുന്നോട്ട് പോകുവാൻ്റെ കാരണം നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ. ഈ കൺവെൻഷൻ ഏറെ അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഔപചാരികമായിട്ട് ഈ വർഷത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.